നടൻ ടിനി ടോമിനെതിരെ കടവന്ത്ര പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. നടി അൻസിബ ഹസൻ നൽകിയ പരാതിയിലാണ് നടനെതിരെ കേസ് എടുത്തിരിക്കുന്നത്. എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ ശക്തമായ ഇടപെടലിനെ തുടർന്നാണ് പോലീസിന്റെ അടിയന്തര നടപടി. സ്ത്രീത്വത്തെ അപമാനിക്കൽ, ലൈംഗിക ചുവയുള്ള പരാമർശങ്ങൾ, മതം പറഞ്ഞ് അധിക്ഷേപിക്കൽ, ഗൂഢാലോചന ഉൾപ്പെടെ ഗുരുതരമായ വകുപ്പുകളാണ് ടിനി ടോമിനെതിരെ ചുമത്തിയിരിക്കുന്നത്. ഇതിൽ പലതും ജാമ്യം ലഭിക്കാൻ ബുദ്ധിമുട്ടുള്ള വകുപ്പുകളായതിനാൽ നടന്റെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് കടന്നേക്കുമെന്നാണ് സൂചന. അമ്മ സംഘടനയുടെ മീറ്റിംഗുകളിലും റിഹേഴ്സൽ ക്യാമ്പുകളിലും വെച്ച് ടിനി ടോം തനിക്കെതിരെ നിരന്തരമായി അശ്ലീല പരാമർശങ്ങളും ലൈംഗിക ചുവയുള്ള അധിക്ഷേപങ്ങളും നടത്തിയെന്നാണ് അൻസിബയുടെ പരാതിയിൽ പറയുന്നത്. അൻസിബയെ ജിഹാദി എന്നും മതതീവ്രവാദി എന്നും വിളിച്ച് ആക്ഷേപിച്ചെന്നും ടിനി ടോമിന്റെ ഡ്രൈവറെ മതം മാറ്റാൻ നടി ശ്രമിച്ചു എന്ന തരത്തിൽ വ്യാജ പ്രചരണം നടത്തിയതായും എഫ്ഐആറിൽ വ്യക്തമാക്കുന്നു. ഇതിനു പുറമെ വ്യക്തിഹത്യ നടത്തുന്ന രീതിയിലുള്ള അധിക്ഷേപങ്ങൾ വഴി തനിക്കെതിരെ മാനസിക അവഹേളനം നടത്തിയെന്നും പരാതിയിലുണ്ട്. അൻസിബ നേരത്തെ നൽകിയ ഈ പരാതിയിൽ പ്രാഥമിക അന്വേഷണം നടത്തിയ കടവന്ത്ര പോലീസ് ഇത് കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലുള്ളതാണെന്നും കേസെടുക്കാൻ കഴിയില്ലെന്നും കാണിച്ച് കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു. എന്നാൽ ഇത് പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് മജിസ്ട്രേറ്റ് കേസ് രജിസ്റ്റർ ചെയ്യാൻ ഉത്തരവിട്ടത്. ടിനി ടോം അൻസിബയെ അധിക്ഷേപിച്ചതായി നടി നീന കുറുപ്പ് അടക്കമുള്ള സാക്ഷികൾ പോലീസിനെ കൃത്യമായി മൊഴി നൽകിയിരുന്നു. എന്നിട്ടും എന്തുകൊണ്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ വൈകിയതെന്ന് കോടതി ചോദിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് നടപടിയെടുത്തിരിക്കുന്നത്. കോടതി നേരിട്ട് ഇടപെട്ട കേസ് ആയതിനാൽ ഗുരുതരമായ വകുപ്പുകളാണ് എഫ്ഐആറിൽ ചുമത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അറസ്റ്റ് പോലുള്ള അടിയന്തര നടപടികളിലേക്ക് പോലീസ് നീങ്ങാനുള്ള സാധ്യത കണക്കിലെടുത്ത് അത് ഒഴിവാക്കാനായി ടിനി ടോം മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചേക്കുമെന്നാണ് സൂചന. തുടർ നടപടികളുടെ ഭാഗമായി സാക്ഷിയായ നീന കുറുപ്പിന്റെ മൊഴി പോലീസ് ഒരിക്കൽ കൂടി രേഖപ്പെടുത്തിയേക്കും. ടിനി ടോമിനു പുറമെ നടിമാരായ ശ്വേത മേനോൻ, ലക്ഷ്മിപ്രിയ എന്നിവർക്കെതിരെയും അൻസിബ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങളിലൂടെ തനിക്കെതിരെ വ്യക്തിപരമായ അധിക്ഷേപങ്ങളും ഗൂഢാലോചനകളും നടത്തിയെന്നാണ് ഈ പരാതിയിലെ ആരോപണം. ഈ വിഷയത്തിൽ പാലാരിവട്ടം പോലീസിനോട് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശ്വേത മേനോന്റെ പങ്കിനെ കുറിച്ച് വിശദമായ അന്വേഷണം വേണമെന്നും കോടതി ആവശ്യപ്പെട്ടിട്ടുള്ള സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ സിനിമാ രംഗത്തെ കൂടുതൽ താരങ്ങളിലേക്ക് അന്വേഷണം നീളാനാണ് സാധ്യത. 9-ാം തീയതിക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് പോലീസിനോട് കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്.